എപ്പോഴും എഴുതുക എന്ന് പറയുന്നത് ഒരു നല്ല ഹാബിറ്റാണ്. ഡയറി എഴുതുന്നത് വളരെ നല്ലൊരു ഹാബിറ്റാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡയറി എഴുതാം. അതിന് ഒരു പ്രത്യേക ഫോർമാലിറ്റീസ് ഇല്ല. അതായത് ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഒരാളെ മീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതാം. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത് വേറൊരു രീതിയിൽ ഡയറി എഴുതുന്നതിനെ കുറിച്ചാണ്. അപ്പം ഇതെന്റെ ഒരു പേഴ്സണൽ ഡയറിയാണ്. ഇതിൽ ഈ 2026 തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് ഗോൾസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ വർഷം എനിക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യണം, അതൊരു ഗോളാണ്. അതുപോലെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതുപോലുള്ള ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് അത് വിസിറ്റ് ചെയ്യാനും വേണ്ടി ഇങ്ങനെ ഒരു ഡയറിയിൽ നമുക്കത് കുറിച്ചിടുന്നതിൽ കുഴപ്പമില്ല. അപ്പൊ അതിനുവേണ്ടി ഒരു ഡയറി കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ നമ്മുടെ ഓരോ ഗോൾസും അച്ചീവ് ചെയ്ത് കഴിയുമ്പം അതിന് നേരെ ഒരു ടിക്ക് ഇടുക. അങ്ങനെ കുറെ കഴിഞ്ഞ് നമ്മുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്ത് കഴിയുമ്പം അത് കാണുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നാറുണ്ട്. അതുപോലെ എന്തെങ്കിലും സങ്കടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഷർ, ഓഫീസ് പ്രഷറൊക്കെ വരുമ്പോൾ നമുക്കത് രണ്ട് രീതിയിൽ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നമുക്കതിനെ ആലോചിച്ച് അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താം. പക്ഷേ നമ്മൾ അത് ആലോചിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി വരുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ടയേർഡാകും, നമ്മൾ ഇറിറ്റേറ്റഡ് ആകും, നമ്മുടെ ചുറ്റുപാടും കൂടി നമ്മൾ പൊല്യൂട്ടാക്കും. അതുമാത്രമല്ല, ചിലപ്പോൾ നമ്മൾ നമ്മുടെ എൻ്റയർ ഡേ എടുത്തായിരിക്കും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനാണ് ചാൻസ് വരുന്നത്. പകരം നമുക്ക് നമ്മുടെ പ്രശ്നത്തിനെ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ഓഫീസിൽ എൻ്റെ മാനേജർ എന്നെ ഫയർ ചെയ്തു. ഞാൻ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ആ വർക്ക് പറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് എൻ്റെ മാനേജർ എന്നെ ഫയർ ചെയ്തത്. ഈ ഒരു വിഷയത്തിനെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് എഴുതുന്നത് വഴി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ എനിക്ക് എൻ്റെ പ്രശ്നം എന്താണെന്ന് എഴുതാം. പിന്നെ ഞാൻ എഴുതുകയാണപ്പം എൻ്റെ മാനേജർ എന്നെ ഫയർ ചെയ്തു. പിന്നെ രണ്ട് കാര്യം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് എഴുതി വെക്കാം. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ വേറെ കുറച്ച് വർക്കിൽ ഇൻവോൾവ് ആയതുകൊണ്ട് എനിക്ക് ഇതിൽ അധികം ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എൻ്റെ മാനേജർ എന്നെ വഴക്ക് പറഞ്ഞു. ഇനിയപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, എൻ്റെ മാനേജറിനെ പേഴ്സണലായിട്ട് വിളിച്ച് അപ്പോളജൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പെൻഡിങ് ആയിട്ടുള്ള വർക്കൊക്കെ എത്രയും വേഗം ചെയ്ത് തീർക്കുക. അറിയില്ല എങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എഴുതി നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഇപ്പൊ എഴുതി. ഇത് രണ്ടും എഴുതുമ്പം തന്നെ നമ്മളുടെ പ്രശ്നം അവിടെ സോൾവ് ആയി. നമ്മളത് ദിവസം മുഴുവൻ ചിന്തിച്ച് നമ്മുടെ തല ഡാമേജ് ആക്കുന്നതിന് പകരം അതെന്റെ ബുക്കിലേക്ക് എഴുതി, പ്രശ്നം എഴുതി, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് എഴുതി, അതിന്റെ സൊല്യൂഷനും എഴുതി, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും എഴുതുക. അപ്പൊ ഒരു ദിവസം മുഴുവനും നമ്മൾ ഇത് ചിന്തിക്കുന്നതിന് പകരം 1 മണിക്കൂർ ചെലവഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ പ്രശ്നം സോൾവ് ആയി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡയറിയിൽ എഴുതാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മളുടെ എക്സ്പെൻസസ് ഒക്കെ, ഞാൻ എൻ്റെ എക്സ്പെൻസ് ഒക്കെ ഡയറിയിൽ ട്രാക്ക് ചെയ്യാറുണ്ട്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി മുഴുവൻ എക്സ്പെൻസ് അല്ല. ഫാമിലി മുഴുവൻ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഹസ്ബൻഡിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടല്ലോ. എൻ്റെ കയ്യിൽ കിട്ടുന്ന സാലറി എങ്ങനെ ചെലവാക്കുന്നു എന്ന് ഞാൻ ട്രാക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ഫുഡ്, ഇപ്പോൾ ഒരു വീക്കെൻഡിൽ ഞാൻ ഒരു 1 അവർ സ്പെൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാക്കാൻ പോകുന്ന ഫുഡ് വരെ ഞാൻ ലിസ്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മൺഡേ ആകുമ്പോൾ പിന്നെ പിറ്റേ ദിവസം ട്യൂസ്ഡേ എന്തുണ്ടാക്കും, ട്യൂസ്ഡേ ആകുമ്പോൾ വെനസ്ഡേ എന്തുണ്ടാക്കും. അതൊരു എന്താ പറയുക, ഇപ്പം അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ നമ്മൾ അറിയുന്നില്ല. അതേസമയം ഹസ്ബൻഡും കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ മാറിയാണ് താമസിക്കുന്നതെങ്കിൽ ഇതൊക്കെ ശരിക്കും ഒരു ടെൻഷനുള്ള കാര്യമാണ് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പം അതിനും കൂടി ഞാൻ വീക്കെൻഡിൽ സമയം ചെലവഴിച്ചിട്ട് ഒരു നെക്സ്റ്റ് 1 വീക്കിലേക്കുള്ള ഫുഡ് ഫുൾ പ്ലാൻ ചെയ്തിട്ടാണ് പിന്നെ മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഡയറി യൂസ് ചെയ്യാം. അതായത് ഒരു പേപ്പറും പേനയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കുകയും ജീവിതത്തിനെ കുറച്ചുകൂടെയും നമുക്ക് അടുക്കും ചിട്ടയാക്കി കൊണ്ടുപോകാനായിട്ടും സാധിക്കും. അപ്പോൾ നിങ്ങളും ഡയറി എഴുതുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്